ഹലോ! ടെക്നിലൂഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസി. എല്ലാവർക്കും സുഖമല്ലേ? ഇനി പറയാൻ പോകുന്നത് കേട്ടിട്ട് ഒരുപക്ഷെ റെഗുലറായിട്ട് കേൾക്കുന്നവർക്ക് ആവർത്തന വിരസത തോന്നാൻ ചാൻസ് ഉണ്ട്. ഈ വ്ളോഗിന്റെ വോയിസ് എങ്ങനെയുണ്ടെന്നൊന്ന് പറയണേ. കഴിഞ്ഞ വ്ളോഗിൽ കുറെ പേര് പറഞ്ഞു ഓക്കെയാണ്, കുഴപ്പമൊന്നും ഇല്ലാന്ന്. റീന വിശദമായിട്ടൊരു മെസ്സേജ് ഇട്ടിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം കറക്റ്റ് മനസ്സിലാക്കിയ ടൈമിംഗ് ഉൾപ്പെടെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അതൊക്കെ. കാരണം അത്രയും വിശദമായിട്ട് നമ്മൾ പറയുന്നത് കേട്ടിട്ട് ഒരു റിപ്ലൈ ഒക്കെ തരുന്നതേ. അപ്പൊ എന്റെ ലൈവ് വോയിസ് എനിക്ക് എപ്പോഴും ഇഷ്ടമാണ്. പക്ഷെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ആ ഒരു വോയിസ് എനിക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. അപ്പൊ റെഗുലറായിട്ട് എന്റെ വോയിസ് കേൾക്കുന്നവർക്ക് അറിയാം എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിലേ. അപ്പൊ ഇന്നത്തെ വോയിസ് എങ്ങനെയുണ്ടെന്ന് ഒന്ന് പറയണം. റീനയുടെ കമന്റും പ്രകാരം ചില കാര്യങ്ങൾ ഞാൻ നോട്ടീസ് ചെയ്തിട്ട് അതിന് മാറ്റം വരുത്തിയാണ് ഇന്നത്തെ വോയിസ് ഓവർ കൊടുത്തേക്കുന്നത്. ഇന്നും കൂടി ഓക്കെ ആയില്ലെങ്കിൽ ദൈവമേ എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഓൾറെഡി ഇപ്പൊ 3 മൈക്ക് മാറ്റി കഴിഞ്ഞു. വർക്ക് ചെയ്യുന്ന സ്പേസ് ഇപ്പൊ ഒന്ന് മാറ്റി. അതിനുശേഷമാണ് ഇപ്പം വോയിസ് ഓവർ കൊടുക്കുന്നത്. ഇപ്പൊ രാവിലെ തന്നെ പറമ്പിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എന്തൊക്കെ കൈ കിട്ടുമോ അതൊക്കെ എടുക്കാൻ വേണ്ടിയാണ്. പൊതുവെ പച്ചക്കറി വാങ്ങൽ വളരെ കുറവാണ്. നമ്മുടെ പറമ്പിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൊണ്ടാണ് ഇപ്പൊ കൂടുതലും ചെയ്യുന്നത് കേട്ടോ. അപ്പം ചായ മനസ്സ ഇത് നിങ്ങളുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിന്റെ തോരൻ. എത്ര പേർക്ക് ഇത് ഇഷ്ടമുണ്ടെന്ന് അറിയില്ല. പലരും ഇത് വെട്ടിക്കളയുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. അത് പടർന്ന് പന്തലിച്ച് പറമ്പ് മൊത്തം ആവുമെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഒരു കമ്പ് കൊണ്ടുവച്ച ആ ഒറ്റ കമ്പിൽ നിന്നാണ് ഇതുപോലെ മേളിലോട്ട് പൊട്ടിക്കിളിക്കുന്നത്. അതിന്റെ അടിയിൽ നിന്ന് ഇതുവരെയും തൈകൾ വന്നിട്ടില്ല. എന്നിട്ട് ഓരോ പ്രാവശ്യവും ഞാൻ എടുക്കുമ്പം അതിന്റെ തന്നെ മുറ്റിയ കമ്പുണ്ടെങ്കിൽ കുഴിച്ചു വെച്ചിട്ട് തൈകൾ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ ഒരു 3-4 തൈ ഉണ്ട് എനിക്കിപ്പോ. ആഴ്ച ഒരിക്കൽ എനിക്ക് ഇതുപോലെ തോരൻ വെക്കാൻ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്താണ് നമ്മുടെ വീട്ടിൽ ആ വിഷങ്ങളൊന്നും അടിക്കാത്ത, യാതൊരു മരുന്നുകളും അടിക്കാത്ത നല്ല ഇലകളൊക്കെ കിട്ടുമെങ്കിൽ അതുകൊണ്ടൊക്കെ ഓരോ ദിവസം മുമ്പോട്ട് പോകുന്നതല്ലേ നല്ലത്. എന്നെ സംബന്ധിച്ചിടത്തോളം ചായ മനസ്സ, അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ ചേമ്പും താള്, പപ്പായ, പൊന്നാങ്കണ്ണി ചീര, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും ഓരോ ദിവസം കേട്ടോ. അതൊന്നും അല്ലെങ്കിൽ ഞാൻ ചില വ്ളോഗുകളൊക്കെ കാണിക്കാറില്ല. അടുത്ത വീടുകളിൽ നിന്നും എന്തെങ്കിലുമൊക്കെ കിട്ടാറുണ്ട്. കോവയ്ക്ക, വെണ്ടയ്ക്ക, കൂമ്പ്, പച്ചക്കായ, ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടാറുണ്ട്. അപ്പൊ ഇതൊക്കെ ധാരാളമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ചായ മനസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുവരെ തോരൻ വെക്കാത്തവരൊന്ന് വെച്ച് നോക്കണം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പൊ ഓരോ പ്രാവശ്യവും എടുത്തിട്ട് ഇതുപോലെ അതിൽ നിന്നും മുറ്റിയ കമ്പുണ്ടെങ്കിൽ ഞാൻ അടുത്ത ഒരു തൈക്കായിട്ട് ഇങ്ങനെ കുഴിച്ചു വെക്കും. ഇനി അറിയില്ല പറമ്പ് മൊത്തം പടർന്ന് പന്തലിച്ച് ചായ മനസ്സ തന്നെ ആവുമോ, വെട്ടിക്കളയേണ്ടി വരുമോ എന്നൊന്നും ഇതുവരെ അങ്ങനെയുള്ള പ്രശ്നമൊന്നും എനിക്ക് വന്നിട്ടില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും വന്നാലും വെട്ടിക്കളയുമോ എന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. കാരണം ഞാൻ തന്നെ നട്ടു വളർത്തിയത് വെട്ടിക്കളയുക എന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. പക്ഷേ പണ്ടുള്ളവര് പറയും സ്വർണം കായ്ക്കുന്ന മരമായാലും പെരയ്ക്ക് മുകളിലോട്ട് വന്നാൽ വെട്ടിക്കളയണമെന്നൊക്കെ പഴഞ്ചൊല്ലൊക്കെ ഉണ്ട്. അപ്പം ഇതുവരെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പൊ ഇന്നത്തെ എന്താണ് എന്റെ സമ്പാദ്യം കൊണ്ട് ഞാൻ അടുക്കളയിലോട്ട് കയറുവാണ് കേട്ടോ. ഓരോ ദിവസവും ഇങ്ങനെ രാവിലെ ഇറങ്ങി മുറ്റത്തോട്ടൊക്കെ ഒന്ന് കണ്ണോടിക്കുമ്പം എന്റെ പഴയ പറമ്പാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പഴയ വ്ളോഗ് ഇടയ്ക്കൊക്കെ ഞാനെടുത്ത് നോക്കാറുണ്ട് കേട്ടോ. കാരണം എന്താണ് ഒരു കാക്കത്തണൽ എന്നൊക്കെ പറയത്തില്ലേ, അതുപോലും ഇല്ലാത്ത ഒരു പറമ്പായിരുന്നല്ലോ. ഒരു പച്ച ഇല പോലും ഇല്ലാത്ത ഒരു പറമ്പായിരുന്നു. അതിനെ ഞങ്ങള് നാട്ടിൽ വന്ന ശേഷം ഏകദേശം ഇപ്പൊ ഒരു 4 വർഷമാകുന്നു കേട്ടോ. 4 വർഷം എന്ന് പറയുമ്പോ എനിക്കെന്തോ ഭയങ്കരമായിട്ടാണ് തോന്നുന്നത്. ദൈവമേ, 4 വർഷമായോ ബോംബെ വന്നിട്ടൊന്നും. അയ്യേ നാക്കുളുക്കി. ബോംബെ വന്നിട്ടല്ല, ബോംബെന്ന് വന്നിട്ട്. ഈ 4 വർഷം കൊണ്ടുള്ള എന്റെ സമ്പാദ്യമാണ് ഈ പറമ്പ് കേട്ടോ. അപ്പം രാവിലെ ജോസാൻ ക്യാമറ ഉണ്ടെന്ന് അറിയാതാണ് വന്ന് നിന്നത്. പിന്നാണ് അറിഞ്ഞത് ക്യാമറ ഉണ്ടെന്ന്. അപ്പൊ ഇതിന്റെ ഇലയുടെ മുറ്റിയ തണ്ടല്ല നമുക്ക് വേണ്ടത്. അതായത് ചായ മനസ്സയുടെ മുറ്റിയതല്ല, തളിരിലയാണ് വേണ്ടത് കേട്ടോ. അപ്പൊ തളിര് തണ്ട് മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. രണ്ട് ഞാൻ പറഞ്ഞില്ലേ, ആ തണ്ട് ഇളം തണ്ടായത് നന്നായിട്ട് അരിയാൻ പറ്റും. അതിൻ്റെ ആ മേളത്തെ അത് ചീകി കളഞ്ഞിട്ട് നല്ലപോലെ അരിഞ്ഞെടുക്കാൻ പറ്റും. ഇച്ചിരെങ്കിലും കട്ടി ഉണ്ടെങ്കിൽ എടുക്കരുത്. എന്ന് കണ്ടോ, ഇച്ചിരി പൊടി പൊടി പോലെ അരിഞ്ഞിടാൻ പറ്റും. പിച്ചാത്തി കയറും, അതാണ് അതിൻ്റെ കണക്ക്. പിച്ചാത്തി കയറുന്നില്ല എന്നുണ്ടെങ്കിൽ അത് കട്ടിയായിരിക്കും. മുറ്റിയ ഇല തോരൻ വെക്കാൻ കൊള്ളില്ല കേട്ടോ. ഞാൻ തളിരിലയും അതുപോലെ തന്നെ തളിര് തണ്ടും എടുക്കാറുണ്ട്. അത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. നമ്മൾ സാധാ ചീരയൊക്കെ അരിയത്തില്ലേ, അതുപോലെ തന്നെ അരിഞ്ഞെടുത്താൽ മതി. അതിനകത്തേക്ക് സവാളയും അതുപോലെ തന്നെ കാന്താരിയും കുറച്ച് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്.
പാത്രം വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, അതിനുശേഷം കടുകിട്ട് പൊട്ടിച്ചിട്ട് ഇലയൊന്ന് നന്നായിട്ട് ആ എണ്ണയ്ക്കകത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. പല രീതിയിൽ ഈ തോരൻ വെക്കാറുണ്ട്. പലരും ചെയ്യുന്നത് ഇതിനകത്തൊരു വിഷാംശമുണ്ട്. അതായത് നമ്മുടെ കപ്പയിലയൊക്കെ ഒരു സയനൈഡ് അങ്ങനല്ലേ പറയുന്നേ? അതിന്റെ എന്തോ സംഭവം ഉണ്ടെന്നല്ലേ പറയുന്നേ? അതുപോലെ എന്തോ ഇതിനകത്തും ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാരും പറയുന്നത് ഇല ആദ്യം ചൂടുവെള്ളത്തിലിട്ട് ഒന്ന് തിളപ്പിച്ചൂറ്റിയ ശേഷം ആ ഇല അരിഞ്ഞു വേണം തോരൻ വെക്കാനെന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെ ചെയ്യാത്തവര് ഞാൻ ഈ ചെയ്യുന്ന രീതിയിൽ ചെയ്യുന്നുവെങ്കിൽ യാതൊരു കാരണവശാലും അടച്ചിട്ട് ഇത് വേവിക്കരുത്. അപ്പം അടച്ചിട്ട് വേവിക്കാതെ തുറന്നിട്ട് വേവിക്കുവാണെങ്കിൽ അങ്ങനെ ചൂടുവെള്ളത്തിലിട്ട് ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ ഇതുവരെ വെള്ളത്തിലിട്ടിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ. അന്നേരം കുഴഞ്ഞിരിക്കത്തില്ലേ എന്ന് എനിക്കൊരു ചിന്ത. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തുറന്നിട്ടാണ് ചെയ്യുന്നത്. സാധാരണ ഞാൻ തോരനുകൾക്കൊന്നും ഇതുപോലെ അരപ്പ് മിക്സിയിൽ ഒതുക്കി എടുക്കാറില്ല കേട്ടോ. ഡയറക്റ്റ് തേങ്ങ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. പക്ഷെ ഇപ്പൊ എൻ്റെ കയ്യിൽ ജീരകത്തിന്റെ പൊടിയില്ല, തീർന്നു. ഈ തോരന് ഇത്തിരി ജീരകം ചേർക്കണം. അതുകൊണ്ടാണ് ഇപ്പൊ ചതച്ചെടുക്കാമെന്ന് വെച്ചതേ. അപ്പോ വെളുത്തുള്ളിയും ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. ആദ്യം എപ്പോഴും അച്ചാർ ബിസിനസ് ഉള്ളത് കൊണ്ട് എപ്പോഴും വെളുത്തുള്ളി ഇതുപോലെ സ്റ്റോക്ക് ആയിരിക്കും കേട്ടോ. വെളുത്തുള്ളിയും ഇഞ്ചിയും സമയം കിട്ടുമ്പോഴെല്ലാം ഇതുപോലെ ചെയ്ത് വെക്കാറുണ്ട്. കുറച്ച് വെളുത്തുള്ളി ഇങ്ങ് മാറ്റി അപ്പൊ ഇതെല്ലാം കൂടി നന്നായി ചതച്ചെടുത്ത ശേഷം നന്നായിട്ട് ആ, എണ്ണയ്ക്കകത്ത് കിടന്ന് വയണ്ട ഇലക്കകത്തോട്ട് ഇതിട്ടിട്ട് ഇതിന് വേവുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം വേവ് അനുസരിച്ച് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ വേവിച്ചെടുത്താൽ മതി. ഞാൻ ആദ്യം തൊട്ട് അവസാനം വരെയും തുറന്നിട്ടാണ് ഇത് ചെയ്തത്. യാതൊരു കാരണവശാലും അടച്ച് വെക്കണ്ട കേട്ടോ. അപ്പം വെളുത്തുള്ളിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഫേസ്ബുക്കിലും ഇട്ടിരുന്നു. വെളുത്തുള്ളിയുടെ വില ഇവിടെ നല്ല ക്വാളിറ്റി വെളുത്തുള്ളി 500 രൂപയാണ് വില. ഇപ്പൊ ഈ 2-3 ദിവസം കൊണ്ട് കുറഞ്ഞെങ്കിലേ ഉള്ളൂ. കാരണം ഞങ്ങൾ എപ്പോഴും നല്ല ക്വാളിറ്റി ഉള്ളതാണ് എടുക്കുന്നത്. വെളുത്തുള്ളി തന്നെ പല തരത്തിലുള്ള വെളുത്തുള്ളികളുണ്ട്. അത് പക്ഷേ പൊതുവെ പൊതുജനങ്ങൾക്ക് അതറിയില്ല. നമ്മളിപ്പോ ഒരു കടയിട്ടതിൽ പിന്നെ ഇതേക്കുറിച്ചൊക്കെ അറിയാം. ഓരോ നമ്പരാണ് വെളുത്തുള്ളിക്ക്. അപ്പം 4-5 ടൈപ്പ് വെളുത്തുള്ളി ഉണ്ട് മാർക്കറ്റിൽ. അതിൽ ഏറ്റവും കൂടിയ ഒരു പേരുണ്ട്, ഒരു നമ്പറുണ്ട്. അത് ജോസേൻ അറിയാം. അല്ലെങ്കിൽ ഇനിയിപ്പം ജോസേനടുത്ത് ചോദിക്കണം അതിന്റെ നമ്പര്. അടുത്ത വ്ളോഗില് ഞാൻ ചോദിച്ചിട്ട് പറയാം കേട്ടോ. അപ്പൊ ആ വെളുത്തുള്ളിയാണ് ഞങ്ങൾ എടുക്കുന്നത്, ഏറ്റവും കൂടിയ വെളുത്തുള്ളി. അതിന് 500 രൂപയാണ് വില. അപ്പം 500 രൂപ എന്ന് പറഞ്ഞാലും 6000 എന്ന് 600 എന്ന് പറഞ്ഞാലും 1000 എന്ന് പറഞ്ഞാലും നമുക്ക് മേടിക്കാതിരിക്കാൻ പറ്റില്ല. അച്ചാറിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, കായം ഇതൊക്കെയാണ്. അതില്ലാതെ എന്ത് അച്ചാറല്ലേ. അപ്പൊ ഒന്ന് പറഞ്ഞൊന്ന് നിങ്ങളുടെ നാട്ടിൽ എത്രയാണെന്നൊന്ന് പറയണേ. വെളുത്തുള്ളി, അതുപോലെ തന്നെ സവാളയ്ക്ക് വില കൂടി, തേങ്ങയ്ക്ക് വില കൂടി, വെളിച്ചെണ്ണയ്ക്ക് വില കൂടി. മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ വിലയില്ലാത്തതെന്ന് തോന്നുന്നു. ഞാൻ ഈ പറഞ്ഞത് കേട്ടിട്ട് ആരും എന്നെ ട്രോളല്ലേ. ഞാൻ എപ്പോഴും വീട്ടിലും പറയുന്നതാ, വന്ന് വന്ന് മനുഷ്യർക്ക് ഒരു വിലയുമില്ല. പക്ഷേ സാധനങ്ങൾക്കൊക്കെ അന്യായ വിലയാണ്. ഈ പറഞ്ഞ കൂട്ടത്തിൽ ഒരു മീനും വറുത്തെടുത്ത് കേട്ടോ. അതിന്റെ റെസിപ്പി പിന്നെ പ്രത്യേകിച്ച് പറയുകയൊന്നും വേണ്ടല്ലോ. കുറച്ച് കാന്താരി ഇതുപോലെ വിനാഗിരിയും ഉപ്പും വെള്ളം തിളപ്പിച്ച് അതിൽ വിനാഗിരി ഒഴിച്ച് ഉപ്പും ഇട്ട് അതിനുശേഷം കാന്താരി അതിനകത്തേക്ക് ഇട്ട് വെച്ചതാണ് കേട്ടോ. ചൂട് ചോറും ചമ്മന്തിപ്പൊടി, ഇത് ഞാൻ ഇവിടുന്ന് നിങ്ങൾക്ക് തരുന്ന ചമ്മന്തിപ്പൊടിയാണ്. ചില സമയത്ത് ചമ്മന്തിപ്പൊടി ഒരിത്തിരി ഒന്ന് നന്നായിട്ട് പൊടിയാറുണ്ട്, ചില സമയത്ത് അധികം പൊടിയാറില്ല. അതിന്റെ റീസൺ ഇതാണ്: എണ്ണമയമുള്ള തേങ്ങയാണെങ്കിൽ ഒത്തിരി പൊടിക്കത്തില്ല, കാരണം അതൊന്ന് കുഴഞ്ഞു പോവും, പെട്ടെന്ന് കനച്ചും പോവും. കാരണം ചില സമയത്ത് ചിലർ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ബെൻസി ഇച്ചിരി കൂടെ ഒന്ന് പൊടിയുണ്ടായിരുന്നു. റീസൺ ഇതാണ്. അയ്യോ, ഇത് ആരാ ഇരിക്കുന്നേ? സുന്ദരി പെണ്ണേ, സുന്ദരി. എടി, എത്ര മാസമായിടി നീ ഇങ്ങോട്ട് വന്നിട്ട്? എടി സുന്ദരി, എടി നീ എവിടെയായിരുന്നു പെണ്ണേ? സുന്ദരി, നീ എവിടെയായിരുന്നു ഒന്ന്? നീ ഇവിടെ ഒന്നും ഇല്ലായിരുന്നോ? ഞാൻ ഇടയ്ക്ക് നിന്നെ തിരക്കിയായിരുന്നു. നീ എന്ത് ചെയ്യുന്നു? നീ എവിടെ പോയെന്നു? എടി പെണ്ണേ, എത്ര നാളായി ഇങ്ങോട്ട് വന്നിട്ട്? ഞാൻ പറഞ്ഞിട്ടില്ലേ ഞങ്ങളുടെ വീടിന് ചുറ്റും പൂച്ചകളൊക്കെ ഉണ്ടെന്ന്. അതില് എന്റെ വ്ളോഗിൽ ഇടയ്ക്കൊക്കെ വരത്തില്ലേ സെഫിൻ. മെഫിന്റെ വീട്ടിലെ പൂച്ചക്കുഞ്ഞാണിത്. അവൾ ഇടയ്ക്ക് ഇങ്ങോട്ട് വരാറുണ്ടായിരുന്നു. എനിക്ക് ഇവളെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താണെന്നോ, അവളുടെ പേരാണ് സുന്ദരി എന്ന് കേട്ടോ. അല്ലാതെ അല്ലാതെ വിളിക്കുന്നതല്ല, അവളുടെ പേരങ്ങനെയാണ് ഇട്ടിരിക്കുന്നത്. ഇത് നമ്മളെ
എത്ര കതവ് തുറന്നിട്ടാലും ജനൽ തുറന്നിട്ടാലും ഇവളകത്ത് കയറത്തില്ല. ആ വാതിൽക്ക് ഇങ്ങനെ മണിക്കൂറുകളോളം ഇരിക്കും. ഒരു ശല്യവും ഇല്ല. അതേസമയം ഈ വ്ളോഗിൽ തന്നെ ഞാൻ വേറെ കുറെ പേരെ കാണിക്കുന്നുണ്ട്. എന്തോ ശല്യം എന്ന് വെച്ചാല്, ദൈവമേ, ഞാന് രാവിലെ എണീക്കുന്ന ഉടനെ പറമ്പിൽ നോക്കും അതുങ്ങളുണ്ടോന്ന്. കതവ് തുറന്നിടാൻ പറ്റത്തില്ല, ജനൽ തുറന്നിടാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ശല്യമാണ്. വേറെയുള്ള എല്ലാ പൂച്ചകളും അങ്ങനെ ശല്യമാണ്. ഇവള് മാത്രം ഒരു ശല്യവും ഇല്ല. ഇപ്പൊ തലേന്ന് തേച്ച മീൻചാറുണ്ടായിരുന്നു, അതും ഇച്ചിരി മീൻ വറുത്തതും എല്ലാം കൂടി ഇട്ട് ഇളക്കി കൊടുത്തു. അല്ലെങ്കിൽ കഴിക്കില്ല കേട്ടോ, മീന്റെ മണം ഇല്ലെന്നുണ്ടെങ്കിൽ കഴിക്കില്ല. ഇവളെപ്പോ വന്നാലും ഞാൻ ഇങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുക്കും, കാരണം നമുക്ക് ഒരു ശല്യവും ഇല്ല. അപ്പൊ ഈ വ്ളോഗ് എടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 3 ദിവസം കൂടി അവള് വന്നു. അതിൽ പിന്നെ അവളെ കാണാനേ ഇല്ല. അവൾ വീണ്ടും അപ്രത്യക്ഷമായി. ചോറ് തിന്ന് ഇച്ചിരി അധികം ഉണ്ടല്ലോ. ഓ, ഇനി ഒരുങ്ങുക. എന്റെ വീട്ടിൽ കുഞ്ഞിലെ പൂച്ച, പട്ടി, ആട് ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആടിൻ കുഞ്ഞിനെ, ആട് പെറ്റ് കഴിഞ്ഞ ആട്ടിൻ കുഞ്ഞിനെയും ഈ പൂച്ചക്കുഞ്ഞിനെയും ഒക്കെ കൂടെ കട്ടിലേ കിടത്തിയായിരുന്നു ഉറക്കുന്നത്. ദൈവമേ, അതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ. എനിക്ക് ഇഷ്ടമാണ് ഇവരെ. പക്ഷെ ഈ ശല്യം ചെയ്യുന്നതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. അതുകൊണ്ട് ഒന്നിനെ അകത്ത് കയറ്റത്തില്ല. എനിക്കൊരു പൂച്ചക്കുഞ്ഞിനെ വളർത്തണമെന്നുണ്ട്. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ ഇതുപോലെ പറഞ്ഞപ്പോൾ ഒരാൾ എനിക്ക് കമന്റ് ഇട്ട് വളർത്തിക്കൂടെന്ന്. പക്ഷെ എന്റെ ബിസിനസ് അച്ചാർ ബിസിനസ് ആണ്. അപ്പം പൂച്ച, പട്ടി ഇതൊക്കെ അകത്ത് കയറി നടന്നാല് അതുങ്ങളുടെ കൂടെയൊക്കെ പൊയ്യോ എന്തെങ്കിലുമൊക്കെ ശല്യം, അത് പറ്റത്തില്ല. അതുകൊണ്ട് എന്റെ ബിസിനസിനെ ഓർത്താണ് ഞാൻ വളർത്താത്തത് കേട്ടോ. അതല്ലെന്നുണ്ടെങ്കിൽ നല്ലൊരു ഇനത്തിലുള്ള ഏതെങ്കിലും ഒരു പൂച്ചയോ അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ഒരെണ്ണത്തിനെയൊക്കെയോ എടുത്ത് വളർത്തണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. മീനച്ചാറിന്റെ പ്രിപ്പറേഷൻ ആണ് കേട്ടോ, കണ്ടാലേ അറിയാലോ. അപ്പം വെളുത്തുള്ളി അരച്ചും ചേർക്കാറുണ്ട്, അല്ലാതെ ഇടാറുണ്ട്. ഇഞ്ചി അതുപോലെ തന്നെ മീൻ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. കേരച്ചൂരയാണ്. അത് പിന്നെ പറയണ്ടല്ലോ, നോർമലായിട്ട് ഞാൻ കേരയാണ് ഇടുന്നത്. ഇത് നിത്യത്തൊഴിൽ അഭ്യാസമാണ്. അപ്പം പുറത്ത് കുറെ കൂട്ടുകാരുണ്ട് കേട്ടോ, ഞാൻ കാണിക്കാം രാത്രി കൂട്ടുകാരെ. എന്തുവാ എന്തുവാന്ന് ഒരാളെന്തിയേ? ഏ, അമ്മയും മക്കളും രാത്രി സഞ്ചാരത്തിന് പോവാന്നോ? അവിടെ ഇരിക്കുവാന്നോ? ഒരാൾ ചട്ടിയുടെ കീഴിൽ മറിഞ്ഞിരിക്കുന്നു. ഒരാളെന്തിയേ? ഒരാളെന്തിയേ? അമ്മച്ചി എന്തോ ഇങ്ങനെ ഇരിക്കുന്നേ? അയ്യോ, ആ വന്നല്ലോ, കുടുംബസമേതം. നിങ്ങൾക്കെന്തോ രാത്രിയാണോ ഇങ്ങോട്ട് വരക്കം? ഇവിടെ എന്തോ രാത്രി ഇരിക്കുന്നേ? രാത്രിയിൽ എന്തോ നിങ്ങൾക്ക് സഞ്ചാരം? വെറുതെ ഇങ്ങനെ കിടന്ന് കരയുന്നത് എന്തിനാ? അയ്യോ, പോ പോ, വീട്ടിൽ പോ. വീട്ടിൽ പോന്ന് ഒരെണ്ണം നോക്കി. ആ പോയി, അത് ഇരിക്കാനും സമ്മതിക്കുന്നില്ല, പുറവേ പാല് കുടിക്കാൻ നടക്കുന്നു. അതിനൊന്ന് ഇരിക്കാൻ സമ്മതിക്കൂ പൂച്ചക്കുഞ്ഞുങ്ങളെ. രാത്രി 11:30-12 മണിക്കുള്ള കാഴ്ചയാണിത് കേട്ടോ. ഞാൻ ഇവരെ ഇങ്ങനെ കളിപ്പിച്ചൊക്കെ ഇരിക്കും. ഇതിൽ ഒരാളെ എടുത്ത് ഇനി വളർത്തണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ എന്റെ ബിസിനസ് ഇതായതുകൊണ്ട് മാത്രമാണ് ഞാൻ ചെയ്യാത്തത്. ഇവനാന്നോ ഇവളാന്നോ അറിയത്തില്ല. നല്ലപോലെ ഇണങ്ങുന്നതാ കേട്ടോ. ഞാനിങ്ങനെ തൊടാനൊക്കെ നോക്കുമ്പോൾ ഇടയ്ക്ക് ചിലപ്പം നിന്ന് തരും, അല്ലാത്തപ്പോ പേടിച്ചോടുകയും ചെയ്യും. ഇതിന്റെ തള്ള, അയ്യോ, ഭയങ്കര കള്ളിയാണ്. അടുപ്പിക്കാൻ പറ്റത്തില്ല. എങ്കിലും ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. കഷ്ടമല്ലേ, എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഈ സ്വഭാവം കാരണം എനിക്ക് ദേഷ്യമാണ് അതിനടുത്ത്. എത്ര ഇട്ട് കൊടുത്താലും തക്കം കിട്ടിയ അകത്ത് കയറും. നമ്മളൊരു വീട്ടിൽ താമസിക്കുമ്പോൾ ജനലും കതകൊന്നും തുറന്ന് ഇടാതിരിക്കാനും പറ്റില്ലല്ലോ. ഇതുങ്ങൾ ഇങ്ങനെ സർവീസാണ്, അതുകൊണ്ട് എങ്ങനെ തുറന്നിടാൻ പറ്റും? ജോസാൻ അതിനെന്നെ വഴക്ക് പറയും, നീ ഒരുത്തിയ ഇങ്ങനെ ശീലിപ്പിച്ചേക്കുന്നേ, നീ കാരണമാണ് ഇതുങ്ങള്. ഞാൻ പറഞ്ഞ അങ്ങനെ ഉണ്ടാ മറ്റേതെന്താ കേറാത്തെ? അതിന് ഒരു കുഴപ്പവും ഇല്ലല്ലോ. ഇത് പെട്ടെന്ന് അടുക്കും കേട്ടോ. കുറേ നേരം ഇവരുടെ അടുത്ത് കാര്യം പറഞ്ഞിരുന്ന് കളിപ്പിച്ച് ഇരുന്നിട്ട് എന്നെ കാണാഞ്ഞിട്ട് ഒരു 12 മണി കഴിഞ്ഞപ്പം ജോസൻ വന്ന് നോക്കി. ഞാൻ എന്ത് ചെയ്യുന്നു? ഇതുങ്ങളുടെ കൂടെ ഇരുന്ന് കളിക്കുന്ന കണ്ടപ്പോ കുറെ വഴക്ക് അങ്ങനെയും കേട്ടു. പിന്നെ ഞാൻ കതകടച്ചതിന് ശേഷമാണ് ഇവരിവിടുന്ന് പോയത് കേട്ടോ. ഏത് വീട്ടിലെയാണെന്നൊന്നും അറിയത്തില്ല. ഇനി ഏതെങ്കിലും വീട്ടിലെ ആണോ, ഇങ്ങനെ വെറുതെ പ്രസവിച്ച് നടക്കുന്നതാണോന്നും അറിയില്ല. എന്തായാലും ഞാൻ കാണുന്ന കാലം തൊട്ട് ഈ സംഭവം ഇവിടെ ഉണ്ട്. ഇടവിട്ട് പ്രസവവും നടക്കുന്നുണ്ട്. പിന്നെ കുട്ടികൾ എന്ത് ചെയ്യുന്നും കാണുന്നില്ല. ഈ 3 കുട്ടികൾ ഇപ്പൊ നിലവിൽ എന്നും വരുന്നുണ്ട്. ഇവിടെ പകലും
ഒക്കെ പരക്കി ചുറ്റുകൊണ്ട് മീൻ വെട്ടിയാൽ ഉടനെ വരും, മീൻ കഴുകിയാൽ ഉടനെ വരും. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. നിങ്ങൾ വിചാരിക്കും ഇതെന്തോ പൂച്ച വ്ളോഗായി പോയോ, പൂച്ചകളെ മാത്രമേ കാണിച്ചുള്ളൂ എന്ന്. എനിക്കൊരു രസം തോന്നി കേട്ടോ, അങ്ങനെ വീഡിയോ എടുക്കുന്നതാണ്, നിങ്ങളെ കാണിക്കുന്നതാണ്. ചിലരെങ്കിലും കാണുമല്ലോ പൂച്ചകളെ ഇഷ്ടമുള്ളവര്. എനിക്കിഷ്ടമാണ്. പലരും പറയാറുണ്ട് മനസ്സിലൊരു ദയൊക്കെ ഉള്ളവർക്കാണ് ഇതുപോലെ മിണ്ടാപ്രാണികളോട് സ്നേഹമുള്ളതെന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് ഇത്തിരി ദയ കൂടുതലാണെന്ന് തോന്നുന്നു. അപ്പൊ ഇതൊക്കെയാണ് വിശേഷങ്ങൾ കേട്ടോ. അപ്പൊ വീണ്ടും അടുത്ത വ്ളോഗുമായിട്ട് വരാം. ബൈ. ഗോഡ് ബ്ലസ് യു.